ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2038. ഇന്ന് ജൂലൈ മാസം 30-ാം തീയതി 211-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ സംഘത്തെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് തടാകത്തിലൂടെ വഞ്ചിയിൽ ഒരു ചെറു യാത്ര. യാത്രക്കിടയിൽ കാലാവസ്ഥ പ്രതികൂലമാവുന്നുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതൊന്ന് വായിക്കാമോ? ശരിക്കും കൊടുങ്കാറ്റുണ്ടായെന്ന് പറയുക. വഞ്ചിയിൽ വെള്ളം കയറി തുടങ്ങി. അവർ അപകടത്തിലായി. വഞ്ചി മുങ്ങുന്നേ ഉറപ്പാണ്. ശിഷ്യര് യേശുവിനെ ഗുരു ഗുരു, നമ്മൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അയ്യോ, എനിക്ക് തെറ്റുപറ്റി. അങ്ങനെയല്ല. അവൻ ഉറങ്ങുകയായിരുന്നു ആ വഞ്ചിയിൽ. ശിഷ്യര് യേശുവിനെ കുലുക്കി വിളിക്കുകയാണ്, ഗുരു ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഇത്തിരി ഒരു ഞെട്ടലുണ്ടായോ? ഒരു സങ്കടം. 13 പേരുടെ യാത്രയായിരുന്നു. ആപത്ത് വന്നത് 13 പേരുടെ മീതെയായിരുന്നു. കൊടുങ്കാറ്റും പ്രക്ഷുബ്ധമായ തടാകവും അല്ലേ, അപകടത്തിന് നടുവിലാണ്. നാട്ടുഭാഷ പറഞ്ഞാൽ മുങ്ങിച്ചാകും ഉറപ്പാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് മുന്നിട്ടിറങ്ങിയവൻ, അവരുടെ നേതാവ്, തങ്ങളെ ആരാണോ ഇതിന് നിർബന്ധിച്ച് ഇറക്കിക്കൊണ്ടുപോയവൻ, എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടയാള്, തങ്ങളെ കരുതേണ്ട സംരക്ഷിക്കേണ്ടയാള് സുഖമായി ഉറങ്ങുന്നു. സഹിച്ചില്ല. തങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, എങ്ങനെയും രക്ഷിച്ചെടുത്തേ മതിയാവും. അതുകൊണ്ട് കുലുക്കി വിളിക്കുകയാണ്. അവർ പറയുന്നത്, ഗുരു ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ്. നമ്മളെന്നല്ല, ഞങ്ങളും നീയും കൂടെ ചേർന്നൊരു സംഘമായിട്ടായിരുന്നു യാത്ര തുടങ്ങിയത്. യേശുവാണ് മുൻകൈ എടുത്തത്. അവരെ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞ എന്താണ്? നമുക്ക് അക്കരയ്ക്ക് പോകാവുന്ന, അതല്ലാതെ എനിക്ക് അക്കരയ്ക്ക് പോകണം, വള്ളമിറക്ക്, നിങ്ങൾ മേണേ പോന്നു എന്നല്ല പറഞ്ഞു. നമുക്കെല്ലാവർക്കും കൂടി അക്കരയ്ക്ക് പോകാവുന്ന. അപ്പോൾ ആ യാത്ര അവർക്ക് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. എന്നിട്ടും ഒരു ആപത്തുണ്ടായപ്പോൾ വളരെ എളുപ്പത്തിൽ അവർ അവനെ ഉപേക്ഷിക്കുകയാണ്. അവനെ ഒരു പക്ഷത്ത് നിർത്തിയിട്ട് അവരെല്ലാവരും മറ്റൊരു പക്ഷത്ത് ചേക്കേറുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഭൂമിയിലെ ബന്ധങ്ങൾക്കകത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ആപത്തിൽ ആരാണ് അപ്പോൾ ഉള്ളത്? എത്ര വേഗമാണ് ഓരോരുത്തരും ഇട്ടിട്ട് പോകുന്നത്. അവിടം തൊട്ട് ഞങ്ങളും നീയും, ഞങ്ങളും നിങ്ങളുമൊക്കെയായി വല്ലാത്തൊരു വേർതിരിവുണ്ടാകുന്നു. യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് എത്തിച്ചേരാം, വൈകിയ വേളയിലാണെങ്കിലും. ആമേൻ.